കോഴിക്കോട് പാലക്കോട്ട് വയലിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പ്രദേശവാസിയായ സൂരജാണ് മരിച്ചത്. സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. 3 പേരെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ, എങ്ങനെയാണ് ഈ സംഘർഷം കോഴിക്കോട് പാലക്കോട്ട് വയലിലുണ്ടായത്? ഈ യുവാവ് മരിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് കോഴിക്കോട് പാലക്കോട്ട് വയലിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരുന്നത്. സംഘം ചേർന്ന് സൂരജ് എന്ന് പറയുന്ന വ്യക്തിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചേവായൂർ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 18 പേർക്ക് എതിരെ, കണ്ടാലറിയാവുന്ന 15 പേർ ഉൾപ്പെടെ 18 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മനോജിന്റെ മക്കളായ 2 പേർ എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എന്തായാലും വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആളുകളൊക്കെ ഇവിടെ തടിച്ചുകൂടിയത്. എന്നാൽ ഈ അക്രമത്തിന് ക്ഷേത്രോത്സവവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാവാൻ കാരണം ഇടയാക്കിയത് എന്നൊരു കാര്യമാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിലൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ, എന്തായിരുന്നു ഇന്നലെ ഒരു അക്രമം ഉണ്ടായത്? ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കാനിടയായ കാരണം എന്തായിരുന്നു? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയുന്ന ചിലൊരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഏട്ടനെ മോൻ ഞങ്ങൾ വിളിച്ചെന്ന് ഇവരെവിടെ ഉള്ളത് വെച്ചപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ ഉള്ളത് ഭക്ഷണം. അപ്പോൾ വന്നു പിന്നെ പോലും ഞങ്ങളടുത്ത് വന്ന് ലിഗേഷട്ട ഒന്ന് വരും, അവിടെ ചെറിയ പ്രശ്നം IMG താഴത്ത് വലിയ പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഞങ്ങൾ 19 ആളിൻ്റെ മേലുണ്ട്, ഞങ്ങളെല്ലാം വന്ന് നോക്കുന്നേരം ഇവിടെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും കൂടെ പിടിച്ച് മാറ്റി ഞങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ സൂരജ് വ്യക്തിനെ ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടോ. എൻ്റെ ഏട്ടൻ്റെ മോനാണ്, ഏട്ടനെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്. അവിടെ പരിക്കേറ്റ് കിടക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തുകാരെത്തിയപ്പോഴാണ് ഒരു കോള് വരുന്നത്, സൂരജ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ശ്വാസം കിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് മെഡിക്കൽ കോളേജ് ആക്കിയതാണ്. അപ്പോൾ മെഡിക്കൽ കോളേജ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോള് ഞങ്ങൾക്ക് പൾസില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് എല്ലാവരും ഇവിടുന്ന് അവിടെ കോളേജിൽ പോയപ്പോൾ അടുത്തപ്പോഴേക്ക് ആൾ ഡെത്താ. പിന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ ഇത് സൂരജിൻ്റെ വിഷയമല്ല, സൂരജിൻ്റെ കമ്പനിക്കാരൻ്റെ കോളേജ് വിഷയമായിട്ട് എന്തോ ഒരു ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൻ ഒരു 19 ആൾ ഒറ്റയ്ക്ക് പോയാണ്ട് ചോദിച്ചപ്പോൾ ഓനെ പിടിച്ച്. സൂരജ് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, ഓനെ ആളുകളുണ്ട്. അപ്പോൾ ആ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഓനെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്, വേറൊരു ചെക്കൻ്റെ ഒരു വിഷയമാണ് എന്തോ കോളേജ് പഠിച്ചപ്പോൾ. അപ്പോൾ അവർ ചോദിച്ച് അപ്പോൾ ഇവൻ നേരിട്ടായിട്ട് പോയി. അപ്പോൾ ഇവനെ മറ്റവർക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. അതിലാണ് നിങ്ങൾ കാണാൻ വയലിലോ എന്തോ പുറത്തൊക്കെ എന്തൊക്കെയോ കേസുണ്ട്, വയലിൽ പൊട്ടി ലൻസിലെ കേസെല്ലാം മരിച്ചതെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്തായാലും ഇപ്പം നടക്കുന്ന കേസ് നിങ്ങൾ അറിയാം, കോളേജ് കേസുകളൊക്കെ. അതെന്നുവെച്ചാൽ എന്തോ ഒരു വിഷയം, എന്താ മഷി കുറഞ്ഞ കേസ് എന്നൊക്കെയാണെന്ന് പോലും പറയുന്നത് കോളേജ് നടന്ന കേസ്. ഇപ്പം അറിയുന്നില്ല. ഈ അക്രമം നടത്തിയ ആളുകൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നതാണ്? ഞങ്ങൾക്ക് ആരും അറിയില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മക്കളെ അറിയാം, ഇവിടെയുള്ള ആളുകളെ അറിയാം. പക്ഷെ കച്ചറുണ്ടാക്കിയത് ഈ കാവായിട്ട് ബന്ധപ്പെട്ടോ ഒന്നുമില്ല, കോളേജ് എന്തോ വിഷയങ്ങളുള്ള കേസുകളാണ്. പുറമേ നിന്നെത്തിയ ആളുകളാണ് അത്. വെച്ചാൽ കുന്നാലോ ചത്തങ്ങളുള്ള ടീമിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് തന്നെ 3 ആളെ വിടുന്നു. ചെക്കന്മാരെ വലിയ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് വന്ന ആളുകളതൊക്കെ കോളേജിലെ ഒക്കെ അയാളെ അറസ്റ്റ് ചെയ്തെന്ന് ഒരു പറഞ്ഞു. ഞങ്ങളിപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തതിന് പാലക്കോട് ജംഗ്ഷൻ ഒരു അരമണിക്കൂറായിട്ട് ബ്ലോക്ക് ചെയ്ത് മീഡിയ വന്ന് ഒക്കെ ഇതാക്കി. എന്നപ്പോൾ അവർ പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്തെന്ന് സാർമാർ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളത് എന്താ വെച്ചാൽ ഈ നമ്മളെ ചെക്കനെ ഇനിയിപ്പം നാളെ എനിക്കായാലും എൻ്റെ മക്കൾക്കായാലും അത് വരരുത്. കോളേജ് വിഷയങ്ങൾ കോളേജ് തീർക്കുക, അതൊരു ഉത്സവമോ ഏത് കേസിലും വരരുത്. അവിടെ വന്നിട്ട് നമ്മൾ തലിച്ച് കൊല്ലുകയെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരല്ലല്ലോ, അത് ഏത് മക്കളും ചെയ്യരുത്. ഇപ്പം ഞാനിപ്പം നമ്മളിപ്പോൾ NDM മറ്റേ കേസുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ നാളെ മുമ്പൊക്കെ വരും. നാളെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ചർമ്മകോളേക്കും കാണുക. അതായത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ പോലീസ് സാർമാർ പറഞ്ഞാലും ആളുകൾ ഓൽക്കുണ്ട് അറിയിക്കാനും ഇതൊക്കെ. ഇവർ മദ്യലഹരിയിലായിരുന്നു ഈ വന്നവർ, നിങ്ങളെ സംശയമുണ്ടോ? ഈ ആളുകളെ കണ്ടില്ല. ഉള്ള കാര്യം പറഞ്ഞു വെച്ചാൽ ഇവരെ കണ്ടില്ല. ഞങ്ങൾ അയാൾ വിളിച്ച് ഞങ്ങൾ ഇവിടെ പഞ്ചായത്താക്കി, ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, ഒക്കെ തീർത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ സൂരജിന് പരിക്കേറ്റെന്ന് ഞങ്ങൾ അറിയില്ല. പിന്നെയാണ് വിളി വരുന്നത്, സൂരജിന് ശ്വാസം കിട്ടില്ല, കോളേജിലായി. പിന്നെ കിട്ടുന്ന ഇതാണ് കേസ്. അത്രേ ഉള്ളൂ. രോഹിണി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് അക്രമം നടക്കുന്നത്. ആ സമയത്താണ് ഈ സൂരജ് തൻ്റെ സുഹൃത്തുക്കളുടെ, അതായത് SNEC കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുവെന്നും ആ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഈ അക്രമം നടക്കുന്ന സമയത്ത് ഈ ആളുകളൊന്നും കൂടി ഉണ്ടായിരുന്നില്ല. അക്രമം നടന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 പേർ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഈ അക്രമികളുടെ ലഹരിക്കടിമയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം
സംരക്ഷിക്കണമെന്ന ആവശ്യം നാട്ടുകാർ പ്രധാനമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ 6 മണിക്ക് ഈ ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കടുത്ത പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെ കൊത്തുകൂടിയിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാത്ത ഒരു സംഘം ആളുകൾ പുറത്തു നിന്നെത്തി ഇവിടെ അക്രമം നടത്തി തിരിച്ചു പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 18 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.